السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبي الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി രഹസ്യ പരസ്യ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ട് വളരെ മഹത്തകരമായിട്ടുള്ള, വളരെ ആസ്വാദനം അനുഭവപ്പെടുന്ന അനുഭൂതികൾ രുചിക്കാൻ അവസരം ലഭിച്ച വളരെ വലിയ ഒരു ഇബാദത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ആരാധനാ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നിങ്ങൾ കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ കേട്ട് കാണും. കുല്ലു അമൽ ഇബ്നു ആദം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ഒരു ഇബ്നു ആദം, ഒരു ആദം സന്തതി, അവൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് അതിൻ്റെ പുണ്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞത്. അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളിഫ്. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം, ഒരു തസ്ബീഹ്, ഒരു നല്ല വാക്ക്, ഒരു നല്ല പ്രവൃത്തി, അത് ഏറ്റവും മിനിമം 10 ഇരട്ടി കൂലി മുതൽ 700 ഇരട്ടി വരെയാണ് നമുക്ക് ലഭിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പൊതുവായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള നിയമമാണ്. അത് റമദാൻ അല്ലാത്ത ദിവസങ്ങളിലെ നിയമമാണ്. റമദാനും കൂടി ആവുമ്പോഴോ അത് വീണ്ടും അതിന് വർധന അനുഭവപ്പെടും എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ നോമ്പിന് ഇതിൽ നിന്ന് വേറെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല സൗം, വ്രതം അനുഷ്ഠിക്കുന്നതൊഴികെ, ഈ സൗം ഒഴികെ, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാ. നമ്മൾ നോമ്പെടുക്കുന്നത് വേറെ ആർക്കും അറിയില്ല. നമ്മൾ രഹസ്യമായി വെള്ളം കുടിച്ചതോ, നോമ്പിന് യോജിക്കാത്ത കാര്യങ്ങൾ രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ ചെയ്യുന്നതോ അത് വേറെ ആർക്കും അറിയില്ല. അള്ളാഹും നമ്മൾക്കിടയിലുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞത് എന്ത്? അത് എനിക്കുള്ളതാണ്. അത് ഞാൻ പരിധിയില്ലാണ്ട് എത്ര കൂലി വേണമെങ്കിലും നൽകാം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രഖ്യാപിച്ചത്. യദഉ ശഹ്വതഹു വ തആമഹു ലിഅജലി, എന്നെ ആലോചിച്ചുകൊണ്ട് ഞാൻ അവൻക്ക് ഹലാലാക്കി കൊടുത്ത അവൻ്റെ ഇച്ഛകൾ അവൻ മാറ്റി വെക്കുകയാണ്. ഞാൻ അവൻക്ക് ഹലാലാക്കി കൊടുത്ത ഭക്ഷണ പാനീയങ്ങൾ എന്നെ ഓർത്തുകൊണ്ട് അവൻ മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറായ, അതുകൊണ്ട് ഞാൻ പരിധിയില്ലാതെ അതിന് കൂലി നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്ന നോമ്പുകൾ നിർവഹിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഇച്ഛകൾ മാറ്റിവെക്കാൻ ഈ നോമ്പ് നമുക്കൊരു പരിശീലനം നൽകുകയാണ്. നമുക്ക് എല്ലാവർക്കും മാനുഷികമായി ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും അള്ളാന്റെ വജുദ്ദേശം കൊണ്ട് മാത്രം നമ്മൾ മാറ്റിവെക്കുകയാണ്. യഥാർത്ഥത്തിൽ നോമ്പ് വല്ലാത്തൊരു പരിശീലനമാണ്. ഈ ഭക്ഷണങ്ങളും പാനീയങ്ങളും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മാനുഷികമായുള്ള നമ്മുടെ ഇച്ഛകളെയും മാറ്റിവെക്കാൻ നമുക്ക് ഈ നോമ്പിന്റെ കാലത്ത് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വജഹിനു വേണ്ടി മറ്റു സമയങ്ങൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഈമാനിക കരുത്ത് ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് നോമ്പെടുത്തവർക്ക് ലഭിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിനാൽ നമുക്ക് ലഭിക്കേണ്ട ഇത്തരം ഗുണങ്ങൾ, ഇത്തരം പാഠങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കാനുള്ള തൗഫീക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു എന്നെയും നിങ്ങളെയും പടച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരം,
നോമ്പ്, നമ്മുടെ സകല പ്രാർത്ഥനകള്, നേർച്ചകള്, വഴിപാടുകള്, സകാത്തുകള്, സ്വതക്കകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സകല കാര്യങ്ങളും ഈ ദുനിയാവിൽ സംവിധാനിച്ചത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? നമ്മൾ വെള്ളം കുടിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഉറങ്ങുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ ആവശ്യമായിട്ടുള്ള കരുത്ത് നമ്മുടെ ജീവിതത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പിറ്റേന്ന് നമ്മൾ എണീറ്റ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ എന്തൊക്കെയാണോ ഞാൻ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശ്വസിക്കാൻ വായു അള്ളാഹു നിലനിർത്തിയത് എന്തിനാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ജീവൻ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ നാളെ നമുക്ക് എതിരെ പറയുമെന്നത് മുത്തുനബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള ഈ ആരാധനാ കർമ്മങ്ങൾ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോമ്പ്, ഈ നമസ്കാരം, നിർബന്ധമായി നമ്മൾ ചെയ്യുന്ന നമസ്കാരം, രാത്രി നിന്നിട്ടുള്ള നമസ്കാരം, ഈ നവാഫിലുകളായിട്ടുള്ള നമസ്കാരങ്ങൾ, സദക്കകൾ, അദ്കാറുകൾ, പ്രാർത്ഥനകൾ, ഈ പറഞ്ഞ ആരാധനാ കർമ്മങ്ങളൊക്കെ ശരിക്കും നമുക്ക് എങ്ങനെയാണ് അനുഭവപ്പെടാറുള്ളത്? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, എങ്ങനെയാണ് നമുക്കത് അനുഭവപ്പെടാറുള്ളത്? ഒരു പ്രയാസമായിട്ടാണോ നമുക്ക് അനുഭവപ്പെടുന്നത്? ഏറ്റവും കുറഞ്ഞ ഒരു ചെറിയ എക്സ്ക്യൂസ് കിട്ടുമ്പോഴേക്കും അതൊന്ന് മാറ്റി കിട്ടിയാൽ വലിയ ആശ്വാസം എനിക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിലാണോ, അത് അനുഭവപ്പെടുന്ന രൂപത്തിലാണോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഇബാദത്തുകളെ, ഈ ആരാധനാ കർമ്മങ്ങളെ നമുക്ക് അനുഭവപ്പെടാറുള്ളത്? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കാം. ഒരു കാര്യമുണ്ട്, ഒരു ഭയങ്കര പ്രയാസപ്പെട്ട ഒരു ഉത്തരവാദിത്തമുണ്ട്, നിർവഹിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആശ്വാസം, അതുപോലെയാണോ നമുക്ക് അനുഭവപ്പെടാറ്? പ്രിയപ്പെട്ടവരെ, മുത്തുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു അവർക്കൊക്കെ ഈ അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ച് ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങൾ അനുഭവപ്പെട്ടിരുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ പറ്റുന്നത്, വജുഇലത് ഖുർറത്തു ഐനി ഫിസ് സ്വലാത്ത്, എൻ്റെ കണ്ണിന്റെ കൺകുളിർമ അതിൻ്റെ നമസ്കാരത്തിലാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർറത്ത് ഐൻ, എന്താണ് ഈ ഖുർറത്ത് ഐന്? സാധാരണ നമുക്ക് ഈ കരച്ചിൽ വരുമ്പോൾ കണ്ണീരിന് രണ്ട് സ്വഭാവമാണ് ഉള്ളത്. ഒന്ന് ചൂടുള്ള കണ്ണീരും വരും, തണുപ്പുള്ള കണ്ണീരും വരും. ചൂടുള്ള കണ്ണീര് എപ്പോഴാണ്? ഭയങ്കര ദുഃഖം, പ്രയാസം, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ വേദനിച്ചുകൊണ്ട് കണ്ണീര് വരുമ്പോൾ അതിനൊരു ചൂടുണ്ടാവും. മറിച്ച് നമുക്കൊരു സന്തോഷം, ഒരു സമാധാനം, ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം കിട്ടുമ്പോൾ നമ്മുടെ കണ്ണീരിനൊരു തണുപ്പുണ്ടാവും, ഹൃദയത്തിൽ വല്ലാത്തൊരു വിശാലത, ഒരു തണുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഖുർറത്തു ഐൻ, സന്തോഷം കൊണ്ടുവരുന്ന കണ്ണീർ, തണുത്ത കണ്ണീർ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടിരുന്നത് എന്തിനാണെന്ന് ഈ ഹദീസി പറഞ്ഞത്? തൻ്റെ നിസ്കാരത്തിലാണ്. അവർക്കൊരു അനുഭൂതിയായിരുന്നു പ്രിയപ്പെട്ടവരെ, അവർക്കൊരു ലദ്ദത്തായിരുന്നു. അവർ ഒരുപാട് ആഗ്രഹിച്ച് കുറെ കാലങ്ങൾക്ക് ശേഷം വളരെ ആസ്വാദനമുള്ള ഒരു സംഭവം കയ്യിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബാക്കൾക്കും തൻ്റെ നമസ്കാരങ്ങളിലും തൻ്റെ ആരാധനാ കർമ്മങ്ങളിലും അനുഭവപ്പെട്ടിരുന്നത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തി നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് ആരാധനകൾക്ക്, നമ്മൾ ചെയ്യുന്ന നമസ്കാരങ്ങൾക്കും പ്രാർത്ഥനക്കും വല്ലാത്തൊരു രുചിയുണ്ട് പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു അനുഭൂതിയുണ്ട്, വല്ലാത്തൊരു ലദ്ദത്തുണ്ട്. ഇപ്പൊ നമ്മൾ വളരെ വിശന്ന് ദാഹിച്ച് വലഞ്ഞു നിൽക്കുമ്പോൾ വളരെ രുചിയുള്ള ഒരു വസ്തു നമുക്ക് കിട്ടുമ്പോൾ തിന്നുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു അനുഭൂതിയില്ല. അല്ലെങ്കിൽ ദാഹിച്ച് വലഞ്ഞ് നടക്കുമ്പോൾ ഒരു തുള്ളി തണുത്ത വെള്ളം ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വല്ലാത്തൊരു സന്തോഷം, ഒരു സമാധാനം, ഒരു കുളിർമ. ഇതാണ് യഥാർത്ഥത്തിൽ ആരാധനയിൽ നമുക്ക് അനുഭവപ്പെടേണ്ടത്. നമുക്ക് എന്തുകൊണ്ട് അനുഭവപ്പെടുന്നില്ല? എവിടെയൊക്കെയോ നമുക്ക് കുറെ കുറവുകൾ വന്നു. അതാണ് ഇതിലുള്ള യാഥാർത്ഥ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു അനുഭൂതി കിട്ടാൻ ഒരാളുടെ ഈമാനിൽ എന്തൊക്കെ വേണമെന്ന് പ്രത്യേകം വിശദീകരിക്കുന്ന ഹദീസുകൾ കാണാൻ പറ്റും. സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. സുബ്ഹാനല്ലാഹ്. ആരൊക്കെയോ അവരുടെ ഈമാനിൽ 3 കാര്യങ്ങൾ ഒത്തുവന്നാൽ അവർക്ക് എന്ത് ലഭിച്ചു തുടങ്ങും? ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ ഹലാവ. നിങ്ങളിപ്പോ ഹലാവ എന്ന് പറഞ്ഞ് ഇവിടെ പല ബോർഡുകളും കാണാം, ഹൽവിയാത്ത്. എന്താണ് ഈ ഹൽവിയാത്തിന്റെ അർത്ഥം? സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ. ആ ഇബാദത്തിന്റെ, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റും എന്ത്? ഈ 3 കാര്യങ്ങൾ യോജിച്ചു വന്നാൽ. അയ്യകൂനല്ലാഹ് വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. ഒന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അള്ളാഹും റസൂലും
തൻ്റെ മറ്റെല്ലാ കാര്യങ്ങളെക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരാവുക, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരാവുക. നമ്മുടെ സ്വന്തം നഫ്സിനേക്കാൾ, നമ്മുടെ സ്വന്തം കുടുംബക്കാരേക്കാൾ, നമ്മുടെ സ്വന്തം മക്കളെക്കാൾ, എല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടവും താല്പര്യം എൻ്റെ അള്ളാഹു, എന്നെ പടച്ച റബ്ബിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകാം. ആത്മാർത്ഥമായി, വെറുതെ നാവ് കൊണ്ട് ഉച്ചരിക്കല്ല. അപ്പൊ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പറയാൻ പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ ആത്മാർത്ഥതയോടുകൂടി പറയാൻ എത്ര പേർക്ക് സാധിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് ആത്മാർത്ഥമായി ഇഷ്ടമാണ്. ഒരാളോട് എനിക്ക് ഇഷ്ടമുണ്ടായാൽ സ്വാഭാവികമായി എന്താണ് നമ്മളിൽ ഉണ്ടാവുക? നമ്മൾ അദ്ദേഹത്തെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കും, അദ്ദേഹം പറഞ്ഞ കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കും, അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കും, അദ്ദേഹം എന്താണോ ചെയ്യാൻ നമ്മളോട് പറഞ്ഞത് അത് ചെയ്യാനും ഒഴിവാക്കാൻ എന്താണോ നമ്മളോട് പറഞ്ഞത് അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കും. അദ്ദേഹത്തെ പോലെ ആകാൻ, എന്നെ കാണുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനുള്ള ഒരു ശ്രമം നമ്മളുണ്ടാവും അല്ല. ഇതൊരു ഒരാളുടെ മനസ്സിൽ ഒരാളുടെ ഹുബ്ബ് ഉണ്ടാവുമ്പോൾ ഏറ്റവും മിനിമം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇപ്പൊ നമ്മൾ ചിലരെ കണ്ടുനോക്ക്, ഇന്ന് പല വലിയ വലിയ കളിക്കാരുണ്ട്. ആ കളിക്കാരോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ആ കളിക്കാരന്റെ വസ്ത്രധാരണ ശൈലി, ആ കളിക്കാരന്റെ കോലം, അത് കളിക്കാരനിൽ മാറിയാൽ പിറ്റേന്ന് കാണാൻ അവര് അതേപോലെ അനുഗമിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയത്തിൽ അവരോടൊരു ഇഷ്ടമുണ്ട്. പ്രിയപ്പെട്ട ഒരു ആത്മാർത്ഥമായി ചോദിക്കും, എനിക്ക് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനസ്സറിഞ്ഞ് കൽബിന്റെ അകത്ത് നിന്നുകൊണ്ട് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്ന് എൻ്റെ റസൂലിന്റെ സുന്നത്ത് എൻ്റെ ജീവിതത്തിൽ കാണും പ്രിയപ്പെട്ടവരെ. അപ്പൊ അതാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് എന്താ? നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ ദീനിന്റെ പേരിലുള്ള ഇഷ്ടമാണ്. നമ്മളൊക്കെ ഒരാളോട് ഒരു അകൽച്ച, ഒരു വെറുപ്പ്, ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അകൽച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ ദീനിന്റെ പേരിലാവണം. അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ, ഒരാളോട് ഇഷ്ടവും അനിഷ്ടവും അത് അള്ളാന്റെ ദീനിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ നമുക്ക് ഹലാവത്തിൽ ഈമാനിന്റെ രുചി അത് അനുഭവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകും എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി ഇത് അനുഭവപ്പെടാൻ പഠിപ്പിച്ച എന്ന കാര്യം. മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? നമുക്ക് പണ്ട് ജാഹിലിയത്തിൽ ദീനിനെ കുറിച്ച് മനസ്സിലാകുന്നതിന് മുമ്പുള്ള ഒരുപാട് ശീലങ്ങളുണ്ടാവും, ഒരുപാട് കുഫറുകളുണ്ടാവും, മോശപ്പെട്ട കാര്യങ്ങളുണ്ടാവും, ഷിർക്കുകൾ ചെയ്തു പോയിട്ടുണ്ടാവും. വ്യക്തി ജീവിതത്തിലും രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് അതൊക്കെ ഹറാമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതൊക്കെ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അറിയുമ്പോൾ പിന്നീട് അതിലേക്ക് തിരിച്ചെത്താൻ ഭയങ്കര ഭയം നമുക്ക് ഉണ്ടാവാന്നുള്ളതാണ്. ഒരാളെ തീയിലേക്ക് വലിച്ചെറിയാൻ എത്രമാത്രം നമ്മൾ ഭയക്കുന്നുണ്ടോ, നമ്മളൊന്ന് കയ്യിലേക്ക് ഒരു ചെറിയൊരു തീ എടുത്ത് വെക്കുമ്പോൾ എത്ര വേദന അനുഭവപ്പെടും. ആ തീ നമ്മളെ ഒന്ന് പൊതിയുന്നത് നമ്മൾ എത്രമാത്രം വെറുക്കുന്നുണ്ടോ അതിനേക്കാൾ അപ്പുറം എനിക്ക് മുമ്പുണ്ടായിരുന്ന ദുശ്ശീലങ്ങളിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നതിനെ അള്ളാന്റെ വജുദ്ദേശിച്ച് പേടിക്കുകയും വെറുക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹലാവത്തിൽ ഈമാൻ അനുഭവപ്പെടാൻ സാധിക്കും. ഈ ഹലാവത്ത് നമ്മൾ അനുഭവിച്ച് തുടങ്ങിയ പ്രിയപ്പെട്ടവരെ, പിന്നെ നമുക്കത് അനുഭവിക്കാതെ വരുമ്പോൾ ഭയങ്കര സങ്കടം വരും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് കൊടുക്കാൻ ബിലാൽ റളിയല്ലാഹുവിനോട് എങ്ങനെ കൽപ്പിക്കാറെന്ന് അറിയോ? നിങ്ങൾക്ക് കേട്ട് കാണും. ബിലാലെ ബാങ്ക് കൊടുക്കുന്നതാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറ്? അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ അരിഹ്നാ യാ ബിലാൽ, ബിലാലെ നമ്മളൊന്ന് സമാധാനിപ്പിക്ക് ബിലാലെ, നമുക്കൊന്നൊരു ആശ്വാസം തരീന്നാണ് ബിലാൽ റളിയല്ലാഹുവിനോട് ബാങ്ക് കൊടുക്കാൻ, നിസ്കരിക്കാൻ സമയമായി പറയാൻ പറയും. നമ്മളിപ്പോ ഒരു ബാങ്ക് കൊടുത്ത അല്ലാഹ് ഇനിയിപ്പോ നിസ്കരിക്കണം, അതാണ് നമ്മുടെ ഒരു നിലപാട്. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നു, ബിലാലെ ഒന്ന് ആശ്വാസിപ്പിക്കുക, നമുക്കൊരു സമാധാനം തരും, ബാങ്ക് കൊടുക്കാനായി പറയുന്നത്. അവരുടെ ഒരു അനുഭൂതി അനുഭവപ്പെട്ടു നമുക്ക്. ഇതേ ഒരു രീതിയായിരുന്നു സ്വഹാബാക്കളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇത് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് യുദ്ധമുഖത്ത് നിന്ന് വളരെ വേദനിക്കുന്ന ഒരു മുറിവ് അനുഭവപ്പെട്ടു. ഒരു മുറിവുണ്ടായി ശരീരത്തിൽ. അപ്പോ ആ മുറിവ് പറ്റിയ കാലോ കയ്യോ ആ അവയവം മുറിച്ചു കളയണം. അപ്പൊ അദ്ദേഹത്തിനെ മുറിച്ചു കളയാൻ അവരൊരു അപ്പോത്തേക്കിരിക്കുന്ന ഒരു ഡോക്ടറെ കൊണ്ടുവന്നപ്പോ ആ ഡോക്ടർ മുറിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആ അവയവം ഈ ഇന്നത്തെ കാലത്തെ അനസ്തേഷ്യ ഒന്നും ഇല്ലാണ്ട് മുറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ആ മുറിവ് അല്ലെങ്കിൽ ആ മുറിച്ചു കളയുന്നതിന്റെ വേദന കുറക്കാൻ തന്റെ നമസ്കാരം പ്രേരകമായി. കാരണം അത്രയും അനുഭൂതിയാണ് അവർക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഇതുപോലെ വ്യത്യസ്ത ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാൻ പറ്റും. മുസ്ലിം സൈന്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന രണ്ട് സ്വഹാബ കിറാം. ഒരു വ്യക്തി അദ്ദേഹം രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്, മറ്റേ ആളർ വിശ്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം രാത്രി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ശത്രുപക്ഷത്ത് നിന്നൊരു സൈന്യം വന്ന് അദ്ദേഹത്തിന് നേരെ അമ്പ് വിടാണ്.
അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആദ്യത്തെ അമ്പ് ഒന്ന് തറച്ചു. പക്ഷെ അദ്ദേഹം നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതും അവർ ഒരു അമ്പ് വിട്ടു. അങ്ങനെ രണ്ടാമത്തെ അമ്പും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്ന് തുളച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ രക്തം ഒഴുകണ കണ്ടപ്പോൾ ഇനി ഇദ്ദേഹം നിസ്കാരത്തിൽ തുടർന്നാൽ അത് സൈന്യത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാകുന്ന കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിസ്കാരം ഒഴിവാക്കി കൂടെയുള്ള ആളെ വിളിച്ചു. കൂടെയുള്ള ആളെ എണീറ്റ് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ? തമ്പും ഒഴുകി വീഴുന്ന രക്തവും. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തെങ്കിലും എന്നെ വിളിക്കായിരുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറയും പ്രിയപ്പെട്ടത്, നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ സൂറത്തുൽ കഹ്ഫിലൂടെ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു മാധുര്യത്തിൽ ലയിച്ച് അതുണ്ട് മുടങ്ങുന്നത് ആലോചിച്ച് സങ്കടം വന്നിട്ടാണ് പറ്റുന്നത്ര ഒന്ന് നീട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ നീട്ടിയത് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് അവർക്കൊക്കെ ഈ ഇബാദത്തും നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു നിധിയായിരുന്നു പ്രിയപ്പെട്ടവരെ. അള്ളാഹു കൊടുക്കുന്ന ഒരു അവസരമായിട്ടാണ്, വലിയൊരു അവസരമായിട്ടാണ് സ്വഹാബ കിറാം അതിനൊക്കെ കണ്ടിരുന്നത്. ഈ ഒരു ആരാധനയോട് നമ്മുടെ കാഴ്ചപ്പാട് അത് തിരുത്തപ്പെടുന്നുണ്ട്. അതൊരു പ്രയാസവും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് അതൊരു വല്ലാത്ത അള്ളാഹു എനിക്ക് അനുവദിച്ചു തരുന്ന വലിയൊരു അവസരവും എനിക്ക് കിട്ടാനിരിക്കുന്ന വലിയൊരു നിധിയും ഒരു ആശ്വാസ കേന്ദ്രവുമായി നമുക്ക് കാണാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, കുറച്ചെങ്കിലും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബ കിറാമിന്റെയും പോലെയാകാൻ നമുക്ക് സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഇപ്പോൾ നമ്മുടെ വളരെ പ്രായപ്പെട്ട നമ്മുടെ വല്യമ്മമാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ വയ്യാണ്ട് രോഗബാധിതരായി കിടപ്പിലായാൽ പോലും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കുത്തി എണീറ്റിട്ടാണെങ്കിലും അവരവരുടെ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കും. മക്കളും പേരമക്കളൊക്കെ പറയും, ഉമ്മ എന്തിനാണ്, കുറച്ചൊന്ന് സമാധാനിച്ചു. പക്ഷെ അവർക്ക് അതിലാണ് സമാധാനം. പ്രായമായിട്ടുള്ള നമ്മുടെ ഉപ്പ കണ്ണ് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. 1-2 കിലോമീറ്റർ അപ്പുറമുള്ള പള്ളിയിലേക്ക് കുത്തി ഒരു വടിയും കുത്തി എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടിട്ട് ഒന്നാമത്തെ സൊഫിലേക്ക് എത്തി നിസ്കരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. കാരണം എന്താ? അവർ ഈ ദീർഘകാലത്തിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് ആ ഇബാദത്തിന്റെ ഒരു അനുഭൂതി അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. നമ്മുടെ വല്യന്മാരിൽ പലരും നിസ്കരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പൊട്ടി വിതുമ്പി കരയുന്ന കാഴ്ചകൾ കണ്ടവരാണ് നമ്മൾക്ക് പലരും. അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ഉദ്റുണ്ടാകും, അവർ വയ്യാത്തോടത്ത് ചിലപ്പോൾ ചില വിഷയങ്ങൾ അതേപോലെ ചെയ്യുന്നതിൽ ചില ഇളവുകൾ ഉണ്ടാവും. പക്ഷെ ആ ഇളവുകൾ സ്വീകരിക്കാൻ പോലും അവരെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അവർക്ക് ആ പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കണം. കാരണം എന്താ? അവർക്ക് ആ നമസ്കാരത്തിലുള്ള ഒരു ലജ്ജത്ത് അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലുള്ള ഒരു സത്യം. ഇത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ചില സ്വഹാബാക്കൾ കാണാൻ തൻ്റെ സുഹൃത്തുക്കളുടെ തോളിൽ ഇങ്ങനെ കൈകൾ വെച്ച് അദ്ദേഹത്തെ ഇഴച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ എന്തിനു വേണ്ടിയിട്ട്? ഒന്നാമത്തെ സൊഫിന്റെ കൂലി അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് പള്ളിക്ക് എത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൃത്യമായ അളവ് നൽകിയതാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ കൂലി കിട്ടണം, അദ്ദേഹത്തിന് ആ നിസ്കാരത്തിന്റെ അനുഭൂതി അനുഭവിക്കണം, പള്ളിയിലുള്ള ജമാഅത്തിന്റെ അനുഭൂതി അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ലഭിക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തിപ്പെടാൻ ശ്രമിക്കുന്നത്. സ്വഹാബ കിറാമുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് വേണ്ടി ഉറങ്ങിപ്പോയാൽ, നമ്മളിപ്പോൾ നമ്മളുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത രൂപത്തിൽ നമ്മളൊരു നമസ്കാരത്തിൽ നിന്ന് ഉറങ്ങിപ്പോയാൽ അതിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരാണോ? അല്ല. അതിന് ആവശ്യമായിട്ടുള്ള എണീക്കാൻ ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉറങ്ങിപ്പോയെങ്കിൽ കുറ്റക്കാരല്ല. പക്ഷെ സുബ്ഹാനല്ലാഹ്, സ്വഹാബ കിറാമിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? പൊട്ടിക്കരയുന്ന ഒരു പിഞ്ചു പൈതലിനെ പോലെ ഒരു കരയുന്ന ഉറങ്ങിപ്പോയാൽ, നിസ്കാരത്തിൽ നിന്ന് ഉറങ്ങിപ്പോയാൽ. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഹബീബിനെ എനിക്ക് നഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടാൽ ഒരാൾ പൊട്ടിക്കരയണ എങ്ങനെയാണോ അതുപോലെ കരഞ്ഞു പോകും അവർക്കൊരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയാലെന്ന് നമുക്ക് ചരിത്രം പറയാൻ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? വലിയൊരു അവസരം, അള്ളാഹിനോടുള്ളൊരു മുനാജാത്തിന് എനിക്ക് കിട്ടിയൊരു അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന വേവലാതിയാണ് അവരത് പറയിപ്പിച്ചത്. സ്വഹാബ കിറാമിലെ വേറെ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്തവർക്കുള്ള സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ പാവപ്പെട്ടവരായ സ്വഹാബാക്കൾക്ക് വല്ലാത്ത പൂതി, ആ സ്വതക്ക ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് എനിക്ക് കയറണല്ലോ. അങ്ങനെ ആ സ്വഹാബ കിറാം പലരും എന്താ ചെയ്തെന്നറിയോ? നേരെ സൂക്കി പോയി ഒരു വേലക്കാരനായിട്ടോ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോയി ചെയ്ത് 8-9 മണിക്കൂർ പറമ്പിലും പാടത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ സൂക്കിലൊക്കെ പണിയെടുത്ത് വലിയ ഭാരങ്ങളൊക്കെ തോളിലേറ്റ് പണിയെടുത്ത് അന്നത്തെ കൂലി കിട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വന്ന് വെച്ചു കൊടുക്കണം. ഈ 8-9 മണിക്കൂർ പണിയെടുത്തുകൊണ്ട് ഈ പണിയെടുക്കണമൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ആ സ്വതക്കട കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെയൊക്കെ
ഈ ഒരു എന്താ പറയുക ഇബാദത്തുകളോടുള്ള ഒരു കാഴ്ചപ്പാട്, അതിനോടുള്ള ഒരു നിലപാട് നോക്കി. നമ്മളിപ്പോൾ ഒരു രണ്ടാള് നമ്മളെ അടുത്ത് വന്നിട്ട് ഇന്നൊരു ഹിഫ്ള് സ്ഥാപനം ഉണ്ട്, ഒരു വലിയ ദീനിപരമായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ട്, ഇതിനൊരു സംഭാവന തരണം, നമ്മളൊക്കെ ഒരാളെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തൊക്കെ ആൾക്കാരോട് ഈ ചോദിക്കണം. പ്രിയപ്പെട്ടവർ, അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ഇത് എനിക്ക് സ്വതക്ക ചെയ്യാനുള്ള ഒരു അവസരമാണ്. എനിക്ക് സ്വർഗത്തിലേക്ക് ബാബു സ്വതക്ക എന്ന് പറഞ്ഞ ആ ബാബിലൂടെ കയറാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ ഒരു അവസരമായി കണ്ടാണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പറഞ്ഞ ഇബാദത്തുകളൊക്കെ എളുപ്പമാകാനും അതിലൊരു അനുഭൂതി അനുഭവപ്പെടാനും സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബാക്കൾക്ക് ആരാധനാ കർമ്മങ്ങളോടുള്ള പ്രേമവും ഇഷ്ടവും കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അവരെ പിടിച്ചു വെക്കുമായിരുന്നു. സ്വഹാബാക്കളിൽ ചിലര് കാണാൻ രാത്രി ഉറങ്ങാണ്ട് നിസ്കരിക്കും, മുഴുവൻ സമയം നിസ്കരിക്കും. ചിലര് കാണാൻ നോമ്പ് തുറക്കാണ്ട് 2, 3, 4 ദിവസം നോമ്പ് തുറക്കാണ്ട് ഇങ്ങനെ നോമ്പെടുക്കും, 2 ദിവസമൊക്കെ ആയിട്ട്. ചിലര് കാണാൻ കല്യാണം കഴിക്കാതെ നടക്കും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിടിക്കും. മൻ തറക സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് ഒഴിവാക്കിയവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ് അവരെ തടയും. ഇല്ല, നീ ഉറങ്ങും വേണം, നിസ്കരിച്ചു, നീ കല്യാണം കഴിക്കും വേണം, ഭാര്യയെ സമീപിക്കാത്ത ദിവസം ഉണ്ടായിക്കോട്ടെ, ശരീരത്തിന് കൊടുക്കേണ്ട ഹക്കൊക്കെ നീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് സ്വഹാബാക്കൾ അതിനെ ആ ഒരു രൂപത്തിൽ പ്രേരിപ്പിച്ചതിന് പിന്നിലുള്ള ഘടകം എന്താ? അതിതാണ്. ആ എന്താ പറയുക, ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിലൊരു കുറവ് വരുത്താൻ നമുക്ക് മനസ്സുകൊണ്ട് തോന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ആരാധനകളുടെ ആത്മാവ് അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അത് അനുഭവിക്കാനും അത് ആസ്വദിക്കാനും അതിനനുസരിച്ച് ആസ്വാദനത്തോടു കൂടി അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യാൻ സാധിക്കാൻ എങ്ങനെയാണ് നമ്മൾ അവിടേക്ക് എത്താൻ? അതിനുവേണ്ടി പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം മുജാഹദത്തുൻ നഫ്സ് അലൽ ഇബാദത്തി വ തഅവീദിഹ. നമ്മൾ സ്വന്തം ശരീരത്തെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പരിശീലിപ്പിക്കണം. പ്രിയപ്പെട്ടവർ, ഇബാദത്തുകൾ വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വന്തത്തെ പരിശീലിപ്പിക്കുക. ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ തുടക്കത്തിൽ ഒരു പ്രയാസമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. തുടക്കത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. ആദ്യമായിട്ട് ഫർള് നമസ്കാരത്തിന് പുറമെ ഒരു നാഫിലയും കൂടി ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. പിന്നെ അത് തുടർന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാലോ പിന്നെ അത് എളുപ്പമായി മാറും, പിന്നെ അതൊരു ആസ്വാദനമായി മാറും, പിന്നെ അത് നഷ്ടപ്പെടുന്നത് ഒരു സങ്കടമായി മാറും. അപ്പൊ സ്വന്തത്തെ നമ്മള് അങ്ങനെ ഒരു നന്മ ചെയ്യാൻ വേണ്ടി നല്ലോണം പരിശ്രമിക്കണം, പരിശീലിപ്പിക്കണം. സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലാഹു തആല പ്രഗൽഭനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? കാബത്തു സ്വലാത 20 സന, ഞാൻ 20 വർഷക്കാലം അള്ളാഹുവിന് വേണ്ടി രാത്രി നിന്ന് നമസ്കരിക്കാൻ വേണ്ടി അതിഭയാനകമായ പരിശ്രമം എന്നിൽ നിന്നുണ്ടായി. കുറെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? 20 കൊല്ലക്കാലം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചപ്പോ 20 കൊല്ലം അതെനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ സാധിച്ചു എന്നാണ് സാബിത്ത് അൽ ബുനാനി പറഞ്ഞത്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായി നവാഫിലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. വെറും ഫർളുകൾ ആ മിനിമം മാത്രം ചെയ്തു പോകേണ്ടവരല്ല നമ്മൾ പ്രിയപ്പെട്ടവരെ. എത്രയോ കൊല്ലം 20 കൊല്ലം മുമ്പ് എന്താണോ ചെയ്തത് അത് മാത്രം ഇപ്പോഴേ ഞാൻ ചെയ്യണുള്ളൂ, ആ രൂപത്തിലല്ല. ഓരോ ദിവസവും ഒരു നന്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം. നാഫിലായിട്ടുള്ള സുന്നത്തുകൾ, അദ്കാറുകൾ, രാവിലും വൈകുന്നേരത്തെ അദ്കാറുകൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള അദ്കാറുകൾ, എണീറ്റാലുള്ള അദ്കാറുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ ആകുമ്പോൾ അള്ളാഹിന്റെ ഒരു പ്രേമം, അള്ളാഹിന്റെ ഒരു ഇഷ്ടം നമുക്ക് ലഭിക്കാൻ സാധിക്കും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല സ്വാലിഹീങ്ങളായ ഔലിയാക്കളുടെയും പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കാം. ഇപ്പൊ ഇവിടെ നടന്ന ഈ ഒരു ക്ലാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നാലാമത്തേത് ഖുർആൻ ശരിക്കും അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ആശയങ്ങളിലൂടെ നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിപ്പിച്ചിട്ട് ചലിപ്പിച്ചിട്ട് അത് പഠിക്കാനും വായിക്കാനും അത് ഓതാനും വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നാലാമത്തത്. അഞ്ചാമത്തേത് അൽ ഖുലു, ഇടക്ക് അള്ളാഹുവായിട്ട് രഹസ്യമായി നിങ്ങൾ സംസാരിക്കുന്ന, അള്ളാഹുവിനോട് കൈയുയർത്തി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. എല്ലാ തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം ഒന്നൊരു പള്ളിയുടെ ഒറ്റത്തിരുന്നിട്ടോ റൂമിൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ശരിക്കും കൈയുയർത്തി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന രഹസ്യമായിട്ടുള്ള ഒരു സംഭാഷണം, ഒരു സമയം നമ്മൾ കാണാം. അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുക, എനിക്ക് തന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുക. ആറാമത്തേത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ, രഹസ്യ പരസ്യ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് നമ്മുടെ നെഫ്സിനെ ബഹുദൂരമാക്കിയാൽ അങ്ങനെ മാത്രമേ നമുക്ക് ഈമാന്റെ ഹലാവത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഏഴാമതായി പണ്ഡിതന്മാർ അവസാനം പറഞ്ഞു, ഇതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏഴാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് മുബാഹായ അനുവദിക്കപ്പെടുന്ന കാര്യങ്ങൾ ധാരാളം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ കൊല്ലരുത്.
യാത്ര പോകുന്നത് അത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ യാത്ര മാത്രം ജീവിതമായി മാറിയാലോ? ഭക്ഷണം കഴിക്കുന്നത് മുബാഹാണ്, പക്ഷെ ഭക്ഷണം കഴിക്കുക എന്ന് മാത്രം നമ്മുടെ ജോലിയും പണിയും എല്ലാ സമയം അതായി മാറിയാലോ? അപ്പൊ അനുവദിക്കപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കുറക്കാം, ആഖിറത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിയാൽ മെല്ലെ അള്ളാഹു ഒരു ദിവസം നമുക്ക് അതിനുള്ള തൗഫീഖ് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഈമാനോടുകൂടി തലദ്ദുതോടുകൂടി ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടക്കാനുള്ള തൗഫീഖ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത നോമ്പും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും സ്വീകരിച്ച് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.